കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നിപ്പോൾ 21-ാം തീയതി, ഇന്നേക്ക് കൃത്യം 5-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിൽ. പത്തനംതിട്ടയിൽ വീട്ടിലെ വോട്ട് സംവിധാനം വഴി കള്ളവോട്ട് രേഖപ്പെടുത്തി. 6 വർഷം മുൻപ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് വാർഡ് മെമ്പറും BLOയും ചേർന്ന് അട്ടിമറി നടത്തിയെന്നാണ് LDFന്റെ പരാതി. വീട്ടിലെ വോട്ടിൽ നടക്കുന്ന ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. 6 വർഷം മുമ്പ് മരിച്ച 94-കാരി അന്നമ്മയുടെ പേരിലാണ് പത്തനംതിട്ട മെഴുവേലിയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 874 അന്നമ്മയുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ. ഇത് നീക്കം ചെയ്യാതെ 876 ക്രമ നമ്പറുള്ള അന്നമ്മയുടെ മകന്റെ ഭാര്യ 65 വയസ്സുകാരി അന്നമ്മയെ കൊണ്ടാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. കോൺഗ്രസ് മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞാണ് കള്ളവോട്ടെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പിഴവ് സംഭവിച്ചെന്ന് BLOയും സ്ഥിരീകരിച്ചു. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാണ്. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. 12D പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഹോൾഡ്. നിലവിൽ പരാതിക്കാരുടെ ഉൾപ്പെടെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഗുരുതര വീഴ്ച നടന്നു എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. BLOയ്ക്ക് പുറമെ വീട്ടിൽ വോട്ട് ചെയ്യിക്കാൻ പോയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ അപകടത്തിലാക്കുന്ന കള്ളവോട്ടെന്ന ഗുരുതര രോഗത്തിനെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം. കള്ളവോട്ട് ചെയ്തവരും കള്ളവോട്ടിന് കൂട്ടുനിന്നവരും ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത നിലനിൽക്കുകയുള്ളൂ. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരം എന്നാണ് വിമർശനം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്രയെ അറസ്റ്റ് ചെയ്യാത്തതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ കള്ളം പ്രചരിപ്പിക്കുന്നതിൽ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന വിമർശനം. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. കേരളത്തിൽ വന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്ന പിണറായി വിജയൻ. റോബർട്ട് വദ്ര നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. സംസ്ഥാനത്ത് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ BJPക്കും കോൺഗ്രസിനുമെതിരെയുള്ള വിമർശനം ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. 24 കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 നാൾ മാത്രം ശേഷിക്കെ പ്രചരണം ഉച്ചസ്ഥായിലാക്കുന്ന മുന്നണികൾ. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ LDFന് ലക്ഷ്യം വെക്കുന്നതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ P. ചിദംബരം പിന്തുണച്ചില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവധി ദിവസമായ ഇന്ന് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് മുന്നണികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഇതോടൊപ്പം പ്രചാരണ യോഗങ്ങളും റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതാണോ കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. That is why I am very surprised coming to Kerala to find that those who are partners with us in that India bloc, which stated objective is to save India today, save our constitution, save democracy. That UDF parties, when they come to Kerala, the principal target is the LDF and the Chief Minister and the CPIM and not the BJP.
മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 2014 മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു. പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി. വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു. പച്ചക്കള്ളം പറഞ്ഞ ആരാ? നട്ട കുരുക്കാത്ത നുണ പറഞ്ഞ ആരാ? പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന ആരോപണം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ ചിദംബരം പിന്തുണച്ചില്ല. Even if I say so, I wrote every word of it. I know what we intend to do. The CAA will be repealed, not amended, will be repealed. We have made it clear. Mr. Shashi Tharoor, in spoken parliament against the CAA. ആലത്തൂരിൽ 5000-ലധികം ഇരട്ട വോട്ടെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. ക്രമക്കേടിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും രമ്യ ഹരിദാസ് 24-നോട് പറഞ്ഞു. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കൊല്ലത്തെത്തി. 24 തിരുവനന്തപുരം. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇനി ഇലക്ഷന് 4 നാൾ മാത്രമാണ്, അല്ലെങ്കിൽ കൃത്യമായി 3 നാൾ മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിനൊക്കെ ബാക്കിയുള്ളത്. അപ്പോൾ കേരളത്തിൽ LDF UDF നേർക്കുനേർ വാക്പോരം എന്ന് പറഞ്ഞാൽ തീവാറും വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സമനിലയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. തന്നെ വിമർശിക്കുന്നവരുടെ മുഴുവൻ സമനില തെറ്റി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കാണ് ചികിത്സ വേണ്ടതെന്നായിരുന്നു വി ഡി സതീശൻ്റെ തിരിച്ചടി. സതീശൻ്റെ നിലക്കെന്തോ പറ്റിയിരിക്കുകയാണ്. അത് ഞാനെന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. സതീശൻ ഈ പ്രസ്താവന നടത്തിയ ആളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല, അതിൻ്റെ പേജ് വായിച്ചില്ല, അതിൻ്റെ പേര വായിച്ചില്ല, ഈ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞത്. ഇദ്ദേഹം പണ്ടുപോലെ ഇത് പറയുന്ന ഒരാളാണ്. വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് SNC ലാവലിന്റെ ഫയൽ വന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി അതൊരിക്കലും SNC ലാവലിന്റെ ഇതിൽ പോകരുത്, തെറ്റാണ്, സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി വരദാചാര്യയുടെ തല പരിശോധിക്കണം എന്നാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഈ മുഖ്യമന്ത്രി എഴുതി വെച്ചത്. അന്ന് നിയമസഭയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെതിർത്താലും ആളുടെ സമനില തെറ്റി തല പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ല ശരിക്കും. അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളുടെ ആരുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണഗതിയിൽ കേരളത്തിൽ LDF UDF ആ വാക്പോരിൽ രാഹുൽ ഗാന്ധി കക്ഷി ചേരാറില്ല. രാഹുൽ ഗാന്ധിയോട് കക്ഷി ചേരുമ്പോൾ അതെന്താണ് തീവാറും വാക്പോരിൻ്റെ പരമാവധിയിലേക്ക് എത്തുകയാണ്. ഇനി വരുന്ന ബാക്കി 3-4 ദിവസങ്ങൾ അതിനപ്പുറം എന്തായാലും പ്രതീക്ഷിക്കണം. ജാർഖണ്ഡിൽ പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലി ഇന്നാണ്. വൈകിട്ട് 3 മണിക്ക് റാഞ്ചിയിലെ പ്രഭാത് താര ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഉൽഗുലൻ മഹാറാലിയിൽ മുഴുവൻ സഖ്യ നേതാക്കളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിലും പ്രചരണം നടത്തും. ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി ഡൽഹി മഹാറാലിയുടെ തുടർച്ചയായാണ് റാഞ്ചിയിൽ ഇന്ത്യ സഖ്യം മഹാറാലി വിളിച്ചത്. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റ് മുൻനിർത്തി JMM ആണ് റാലി ആസൂത്രണം ചെയ്തത്. ജാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസി സ്വാതന്ത്ര്യ സമര പോരാളി ബിർസ മുണ്ടയുടെ പ്രക്ഷോഭമായ ഉൽഗുലൻ എന്ന പേരാണ് മഹാറാലിക്ക് നൽകിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ റാലിയിൽ പങ്കെടുക്കും. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, തേജസ് യാദവ് തുടങ്ങിയ നേതാക്കളെല്ലാം റാലിയിൽ സംസാരിക്കും. കേരളത്തിൽ പ്രചാരണത്തിന്റെ തിരക്കിലായതിനാൽ റാലിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറന് കത്തയച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും റാലിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലാണ് പ്രചരണം നടത്തുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ്, അസമിലെ സിൽച്ചർ എന്നിവിടങ്ങളിൽ പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് നിരക്ക്
2019-ലേതിനേക്കാൾ 4% കുറഞ്ഞതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെടുപ്പ് നടന്ന 21-ൽ 19 ഇടങ്ങളിലും പോളിംഗ് നിരക്ക് കുറഞ്ഞു. അടുത്ത ഘട്ടങ്ങളിൽ പോളിംഗ് നിരക്ക് ഉയർത്താൻ പ്രത്യേക പ്രചാരണ പരിപാടികൾക്ക് കമ്മീഷൻ രൂപം നൽകും. 24 ഡൽഹി. LDF പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24-നോട് തുറന്നടിച്ചു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വിമർശിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും റിഫ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. സമസ്തയുമായുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുവെന്ന മുസ്ലിം ലീഗ് വാദത്തെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. സമസ്തയ്ക്കെതിരായ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല. സമസ്തക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയോ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ LDF അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല. ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് എന്താ തിരക്കേട്? ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. CIC വിഷയത്തിലുൾപ്പെടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും. 24 കോഴിക്കോട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. സമസ്തയ്ക്ക് ഏറ്റവും വലിയ മുസ്ലിം നേതൃത്വം നൽകുന്ന വലിയ സംഘടനയാണ്. അപ്പോൾ അവർക്ക് വോട്ടുണ്ട്. അപ്പോൾ വോട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും ആ പരാമർശ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ആ തർക്കം തുടങ്ങിയിട്ട് അടുത്തു തുടങ്ങിയ തർക്കമല്ല, ദീർഘനാളായി തുടരുന്ന തർക്കമാണ്. ആ തർക്കം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പോലും പരിഹരിച്ചില്ല എന്ന് പറയുന്നു ഉമർ ഫൈസി മുക്കം. അതിൻ്റെ തുടർ പ്രതികരണം ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, വിഷ്ണു ഓണക്കൂർ, എറണാകുളത്ത് ജില്ലയിൽ മഴയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്? നമ്മളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൊടും ചൂടാണ്. അഥവാ മഴ പെയ്താൽ തന്നെ ചൂട് കുറയില്ല, താപനില മുകളിലേക്ക് തന്നെയാണ് എന്നുള്ളതാണല്ലോ കാലാവസ്ഥാ പ്രവചനം. മഴ പെയ്യട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്കേറ്റതിന് പിന്നിൽ ബോധപൂർവമായ ആക്രമണം എന്ന് പറയുന്നു കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ G. ആക്രമിക്കാൻ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കിയെന്നാണ് ആരോപണം. ഇന്നലെ നടന്ന സ്വീകരണ പരിപാടിക്കിടെയാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റത്. കൊല്ലം മുളവനച്ചന്തയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പരിക്കേറ്റത്. തിക്കിലും തിരക്കിനുമിടയിൽ കണ്ണിന് പരിക്കേൽക്കുകയായിരുന്നു. പ്രവർത്തകന്റെ കൈ കൊണ്ടതാണെന്നാണ് ആദ്യം കരുതിയതെങ്കിലും മൂർച്ചയുള്ള വസ്തു കണ്ണിൽ കൊണ്ടുവന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ബോധപൂർവമായ അക്രമമാണ് തനിക്കെതിരെ നടന്നതെന്ന് കൃഷ്ണകുമാർ G 24-നോട് പറഞ്ഞു. കുണ്ടറയിലൊരു മാർക്കറ്റ് ഏരിയ, എന്തൊരു ചന്ത എന്നാ പേര്. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറി കൂടി അവരാണിത് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റാൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു, അവരുടെ പാർട്ടി ഓഫീസ്, ഇലക്ഷൻ ഓഫീസൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പോലെ തന്നെ കൂട്ടവും ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തിക്കും തിരക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ലായിരുന്നു. അവർ മാലയിടുന്നു, ഷോളിടുന്നു, നമ്മൾ പോകുന്നു. ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സാധനം കണ്ണിലോട്ട് കുത്തി. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചതോടെ അണ്ണാമലയുടെ റോഡ് ഷോ ഒഴികെയുള്ള ഇന്നത്തെ പ്രചരണ പരിപാടികൾ കൃഷ്ണകുമാർ റദ്ദാക്കി. ഇവിടുത്തെ പാർട്ടിക്കാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പലതും ചെയ്യുന്നതായിട്ട്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാർ. 24 കൊല്ലം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നാളെ തുടങ്ങും. പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും ചേർന്നാണ് യമനിലെത്തിയത്. ഇന്ന് രാത്രിയോടെ നിമിഷപ്രിയ കഴിയുന്ന സനയിലേക്ക് മാതാവ് എത്തുമെന്നാണ് വിവരം. ജയിലിലെത്തി മാതാവ് നിമിഷയെ കാണും. അതിനുശേഷമാവും ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തുക. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെയും പ്രേമകുമാരി സന്ദർശിക്കും. ഇവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് സാധ്യമാകൂ. കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.
യമനുമായി നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. അപ്പോൾ എത്രയും പെട്ടെന്ന് ചർച്ചകൾ ഫലവത്താവട്ടെ, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ. മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി അവിടെയുള്ളവർ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നതും. കണ്ണൂർ ആറളത്ത് ആനമുതൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരം മുറിക്കൽ. സർവേയിൽ അടയാളപ്പെടുത്തിയ മരങ്ങൾക്ക് പുറമെ കൂടുതൽ മരങ്ങൾ മുറിച്ചുവെന്നാണ് പരാതി. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലിയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതോടെയാണ് ആനമതിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും വേർതിരിക്കുന്ന ആനപ്രതിരോധ മതിൽ നിർമ്മാണത്തിന്റെ മറവിലാണ് അനധികൃത മരംമുറി. വളയഞ്ചാൽ മുതൽ പരിപ്പുതോട് വരെ 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ നിർമ്മാണം. ഇതിൽ ആദ്യ റീച്ചിലെ 2.5 കിലോമീറ്ററിലെ മരംമുറിയാണ് വിവാദത്തിലായത്. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും സർവേ ലിസ്റ്റ് മറികടന്ന് അനധികൃതമായി മുറിച്ചു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. സുഗന്ധഗിരി മരംമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണത്തിലേക്ക് കടന്നതെന്നാണ് സൂചന. മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയത് സമീപ ദിവസങ്ങളിൽ. സംഭവത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ആനമതിൽ നിർമ്മിക്കുന്ന ഭാഗത്തെ അതിർത്തി നിർണയിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DFO കോഴിക്കോട് മിനി സർവേ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. 24, കണ്ണൂർ. അതേസമയം പൊന്മുടി മരമുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനംവകുപ്പ്. വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് പോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനംവകുപ്പിന്റെ മൂക്കിന്റെ കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംശയങ്ങൾ ഒരുപാടാണ്. 24 എക്സ്ക്ലൂസീവ്. പൊന്മുടിയിലാണ്. പൊന്മുടി മരമുറിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ കാട് കയറണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷന് മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. ട്രക്കിംഗ് പാതയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ അവിടെയും കാണാം. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത്. ഇതാണ് അശോക മരം കേട്ടോ. ഇത് അപ്പുറത്ത് മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാടിനകത്താണ്, വനത്തിനകത്താണ്. റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല, കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് മരമുറി കഥകൾ. തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ 260 മരങ്ങൾ മാത്രമാണോ? അല്ല എന്നുറപ്പ്. പിന്നെയും മരങ്ങൾ മുറിച്ചു. എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല. വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല. പക്ഷേ നമ്മുടെ കാട്, നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത്, അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം. മനഃപൂർവ്വമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ്. 22 ഹെയർ പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട്. അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനംവകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മുളയും ഈറയും മുറിക്കാം, പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു, വേലി കെട്ടി. അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 പുറത്തുവിട്ട പൊന്മുടി മരമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വനമാര് കൊള്ളയടിക്കുന്നു, എത്ര നാളായി അത് തുടരുന്നു, അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം. ക്യാമറാമാൻ അരുണ സാറിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമേറിയെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് DGPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന്, ഈ ദേവസ്വം
ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ അത്തരം പരാതികളെ പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനാണ് നീക്കം. മന്ത്രിമാരെക്കാളും മുകളിലാണോ DGP എന്നും വി ഡി സതീശൻ ചോദിക്കുന്നു. ഇവിടെ ഷാൻ പറയുകയാണ്, പൂരത്തിന് പോയിട്ട് ക്ഷീണം ഉണ്ടായെന്നോ ചോദിക്കുകയാണ്. എന്നെ ചിരിപ്പിച്ചത് എന്താണെന്നറിയോ, ആനയെ രാമനും രാമേട്ടനും വിളിച്ചു. അതായിരുന്നു കൂടുതൽ ഭംഗി കേൾക്കാനും കാണുക. ഞാൻ വിളിച്ചതല്ല, അത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുന്ന വലിയ തലപ്പൊക്കമുള്ള ആനയ്ക്ക് വലിയ ആരാധകരുള്ള ആനയാണ്. എന്ന് പറഞ്ഞാൽ കടൽ പോലെ, അത് തെക്കേ കോവിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴൊക്കെ വലിയ കടൽ പോലെ ആൾ കാണാനുണ്ട്. അവർ വിളിക്കുന്ന പേരാ രാമേട്ടൻ എന്നൊക്കെ, നമ്മൾ വിളിക്കുന്നതല്ല. പക്ഷേ അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. നമ്മൾ ആമിനെ പറയുകയാണ്, ഹാഷ് ബ്രോയുടെ വീടിനടുത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിൽ നിൽക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ KSB വിളിച്ച് പറഞ്ഞിട്ടും ഇതുവരെ നടപടിയില്ല. അവർ തിങ്കളാഴ്ച വരാമെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി വന്നൊരു കയറ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോയി. ആ കയറ് പൊട്ടി ആരുടെങ്കിലും പുറത്ത് പോസ്റ്റ് വീണ്ട് അപകടം ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് ആര് വന്നിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ്. ഇത് എവിടെയാണ് ആമിന? അതോട് പറയണേ. കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് തുടങ്ങി. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ 10ാമത് ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ തുറന്നത്. ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് രാവിലെ 10 മണിക്ക് സർവീസ് ആരംഭിച്ചു. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൽ സന്തോഷ് ജോർജ് കുളങ്ങരയും ഭാഗമായി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാം, മറൈൻ ഡ്രൈവ് കാണാൻ വരുന്ന ധാരാളം സ്വദേശികളുണ്ട്, പിന്നെ വിദേശികളുണ്ട്. ഇവർക്കൊക്കെ കായലിലൂടെ സ്വച്ഛമായ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ഉള്ള ഒരു ബോട്ടിൽ, അതും ഇലക്ട്രിക് ബോട്ടാണ്, വേറെ ശബ്ദങ്ങളില്ല, ബഹളങ്ങളില്ല, പൊല്യൂഷൻ ഇല്ല, അങ്ങനെ കൊച്ചിയുടെ ഹൃദയത്തിലൂടെ, കായൽ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിന്റെ ഹബിലേക്ക് എത്തുക, അതൊരു വലിയ നേട്ടമല്ലേ. ചീനവലകളും കൊച്ചിയുടെ കായൽ സൗന്ദര്യവും ആസ്വദിച്ച് വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ 40 രൂപയാണ് നിരക്ക്. അരമണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച വാട്ടർ മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. 14 ബോട്ടുകളും സ്വന്തമായുണ്ട്. ഇന്ത്യൻ ഗതാഗത സംസ്കാരത്തിന് കൊച്ചിയുടെ സംഭാവന, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ സർവീസ്. റിജോയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഭീതിയിൽ. മുട്ടാർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകൾ താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാൽ ലാബിലേക്ക് അയച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് കേരള അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന ശക്തമാക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ എടത്വ, ചെറുതന പഞ്ചായത്തുകളിലാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. ഇവിടങ്ങളിലായി 17,480 താറാവുകളെ കൊന്നു മറവ് ചെയ്തു. മുട്ടാറും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും താറാവുകൾ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷി രോഗനിർണയ ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിച്ചേക്കും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പനി സർവേ നടത്തുകയും പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവം പരിശോധിച്ച് പക്ഷിപ്പനി അല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിലും സമീപ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല സമിതികൾ കൂടി സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലയിലെ 28 പഞ്ചായത്തുകൾ ഉൾപ്പെടെ 34 തദ്ദേശ സ്ഥാപനങ്ങളിൽ താറാവ്, കോഴി എന്നിവയുടെ ഇറച്ചി, മുട്ട വിൽപ്പനയ്ക്ക് നിരോധനം ഈ മാസം 26 വരെ തുടരും. കേരളത്തിൽ നിന്നുള്ള കോഴി, കോഴിവളം, കോഴിമുട്ട, കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് മുട്ട, താറാവ് എന്നിവ വരുന്ന വാഹനങ്ങൾ തമിഴ്നാട് തിരിച്ചയക്കും. വാളയാർ ഉൾപ്പെടെ 12 ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെയും നിയോഗിച്ചു. തമിഴ്നാട്ടിൽ ഇതുവരെ പക്ഷിപ്പനി കണ്ടെത്തിയിട്ടില്ല. 24 ആലപ്പുഴ. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മുംബൈ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദിനെ കർണാടകയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി കവർച്ച നടത്തിയ ശേഷം കടന്നുകളഞ്ഞ മോഷ്ടാവിനെ കർണാടകയിൽ നിന്നാണ് എറണാകുളം സൗത്ത് പോലീസ് പിടികൂടിയത്. മുംബൈ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദാണ് മോഷണം നടത്തിയത്. കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ്
പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായമായത്. ഇയാളെ ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കും. ജോഷിയുടെ വീടിന്റെ പിൻഭാഗത്തെ ജനൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന ശേഷം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണങ്ങളും സ്വർണവും പ്രതി മോഷ്ടിക്കുകയായിരുന്നു. കൊച്ചിയിലെത്തിച്ച ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. മുഹമ്മദ് ഇർഷാദിന് കവർച്ചയ്ക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ ബിയർ പാർലറിൽ സംഘർഷം, 5 പേർക്ക് കുത്തേറ്റു. ടെക്നോ പാർക്കിനടുത്ത് ബാറിൽ നടന്ന ആഘോഷത്തിനിടയിലാണ് ആക്രമണമുണ്ടായത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് ടെക്നോ പാർക്കിന് സമീപത്തെ വൈൻ പാർലറിൽ സംഘർഷമുണ്ടായത്. പിറന്നാളാഘോഷത്തിനെത്തിയവരും പാർലറിലെ മറ്റൊരു സംഘവും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ശ്രീകാര്യം സ്വദേശികളായ ഷാലു, സൂരജ്, വിശാഖ്, സ്വരൂപ്, അതുൽ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടന്നുകളഞ്ഞ മറ്റ് പ്രതികൾക്കായി കഴക്കൂട്ടം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കയ്യിൽ ആയുധമുണ്ടായിരുന്നതിനാൽ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ കടവരാന്തിൽ ഉറങ്ങിക്കിടന്ന വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. 75-കാരി ചിന്നക് ചിദ്ദയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ ജില്ലയിലെ ഗുഡിയാത്തം എന്ന പ്രദേശത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം. കടവരാന്തയിൽ ഉറങ്ങുകയായിരുന്ന വയോധികയുടെ തലയിൽ അക്രമി കരിങ്കൽ കൊണ്ടിടുകയായിരുന്നു. 75-കാരി ചിന്നക് ചിദ്ദ തൽക്ഷണം മരിച്ചു. ശബ്ദം കേട്ട് സമീപത്തുള്ളവർ എഴുന്നേറ്റപ്പോഴാണ് കൊലപാതകം തിരിച്ചറിയുന്നത്. പിന്നാലെ അക്രമിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതി കടന്നു കളഞ്ഞു. സമീപത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാനസിക രോഗിയായ ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗുഡിയാത്തം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന വാർത്ത, സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യത. എറണാകുളത്ത് മഴ പെയ്യോ എന്നൊരു പ്രശ്നം നേരത്തെ ചോദിച്ചായിരുന്നു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ എന്നാൽ ചൂട് കുറയോ? ചൂട് കുറയത്തുമില്ല. ഏപ്രിൽ 21 മുതൽ 25 വരെ കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 37, ആലപ്പുഴ, കോട്ടയം 36 എന്ന് പറഞ്ഞാൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യും. പക്ഷേ വെയിലിനും ചൂടിനും ഒരു കുറവുണ്ടാകത്തില്ല കേട്ടോ. തിരുവനന്തപുരം മാനവീയ വീഥിയിൽ കാവലായിരുന്ന റാണി അന്വേഷിക്കുകയാണ് നാട്. 12 വർഷമായി മാനവീയത്തിൻ്റെ സ്വന്തമായിരുന്നു റാണി എന്നൊരു നായ. പക്ഷേ ഒരാഴ്ചയെ റാണിയെ കാണാനില്ല. ഇത് റാണിയാണ്. ഏകദേശം ഒരു 7 days ആയിട്ട് മിസ്സിംഗ് ആണ് മാനവീയത്തിൽ നിന്ന്. നിങ്ങൾ ഇതിനെ എവിടെയെങ്ങാനും ലാസ്റ്റ് എപ്പോഴാണ് കണ്ടായിരുന്നു? നിങ്ങളെങ്ങാനും ഇതാണോന്ന് അറിയില്ല. ഇതേപോലത്തെ ഒരു ആ സൈഡിലെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ള പട്ടി തന്നെ. മിസ്സിംഗ് ആയതിനു ശേഷം കണ്ടിട്ടില്ല. മിസ്സിംഗ് ആയ ആ ദിവസങ്ങളിലൂടെ ഞാൻ കണ്ടു. ആൾക്കാർ വരുമ്പോഴേ കുറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും പേടിച്ചിട്ട് ഇനി ആരെയും എടുത്തുകൊണ്ട് കളഞ്ഞോ എന്ന് ചെറിയ ഡൗട്ടുണ്ട് എനിക്ക്. വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്നേഹത്തിലുള്ള ഒരു നായായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായി കാണുന്നില്ല ഇവിടെ. ഒരാഴ്ചയായി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റാണിയെ തിരയുകയാണ് സാംസ്കാരിക പ്രവർത്തകരും മൃഗസ്നേഹികളും നാട്ടുകാരും. തെരുവിന് വെറുമൊരു കാവൽനായ മാത്രമല്ല റാണി, മാനവീയത്തെ സന്ദർശകരുടെ പൊന്നോമന പുത്രി. ഇവിടെയുള്ള കലാസാംസ്കാരിക പ്രവർത്തകർക്കായിക്കോട്ടെ, ഒരു ദിവസം പോലും വന്നു പോയിട്ടുള്ള മനുഷ്യർക്കായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, മാനവീയത്തെ റാണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്ഡുള്ള ഒരു നായ്ക്കുട്ടി എന്നതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാണിയോടൊരു വലിയൊരു എല്ലാവർക്കും വലിയൊരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. ഈ 5 വർഷത്തിനിടയിൽ ഇതുവരെ ഒരു ദിവസം പോലും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതിൻ്റെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളതിൽ എനിക്കറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് കുറച്ച് നാൾ കാണാതാവുക. മാനവീയം വീതിയിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന റാണിയെ കണ്ടിട്ടുണ്ടാകാം. സന്ദർശകരുടെ പരിലാളനകളേറ്റ് അവൾ തെരുവിന് കാവലായി നിന്നു. പല മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മൃഗമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം
ഉണ്ടായത് തന്നെ റാണി ഇവിടെ മാനവീയത്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും. അപ്പോൾ ആ രീതിയിൽ റാണി വേറൊരു തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വരാതിരിക്കുന്ന പലരെയും ഇവിടമായിട്ട് ബന്ധിക്കുന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് റാണിയാണ്. അപ്പോൾ അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. വരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും അസുഖം ബാധിച്ച് എവിടെയെങ്കിലും കിടക്കുന്നതാണോ, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോയിട്ട് അസുഖം ബാധിച്ച് എവിടെയെങ്കിലും കിടക്കുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. തെരുവിലാകെ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും അന്വേഷണമുണ്ട്. പോലീസിൽ പരാതി നൽകി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും പരിശോധന നടത്തി. പക്ഷേ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നാടൊന്നിച്ച് റാണിയെ തെരയുകയാണ്. സജീവിനൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ലാത്ത തെരുവുനായ എന്നൊക്കെ പറയാവുന്ന ഒരു നായ, അതിനെ സ്നേഹത്തോടുകൂടി റാണി എന്നവർ വിളിക്കുന്നു. ഒരുപാട് പേർ അതിനെ അന്വേഷിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് റാണിയെ കണ്ടുകിട്ടട്ടെ. മാനവീയം വീതിക്ക് വീണ്ടും കാവലാവട്ടെ റാണി. ഇവിടെ VS സുനിൽകുമാർ പറയുകയാണ്, ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾ കാരണമെന്ന് പറയുകയാണ്. വരും കാലങ്ങൾ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്ന് പറയുന്ന അവിടുത്തെ LDF സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് കാലത്തെ ചട്ടങ്ങൾ മൂലമാണ് ഇക്കുറി പോലീസിൽ അഴിച്ചുപണി ഉണ്ടായത്. തൃശ്ശൂർ പൂരത്തിനെതിരെ പ്രത്യേക NGOകളുടെ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നു എന്നൊരു ഗുരുതര ആരോപണം കൂടി അവിടുത്തെ LDF സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇവിടെ പ്രേക്ഷകൻ അബ്ദുൽ ലത്തീഫ് ചോദിക്കുകയാണ്, ഹാഷ്മി ദുബായ് എയർപോർട്ട് സാധാരണ നിലയിലായോ? ഞാൻ നാളെ നാട്ടിൽ വരാനിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദുബായ് എയർപോർട്ടിനെ പറ്റി അറിയുന്നവരാരാണ് കമന്റ് ബോക്സ് തന്നെ പറഞ്ഞാൽ, ഇല്ല നമുക്ക് അന്വേഷിക്കാം. അതിനു മുമ്പ് കമന്റ് ബോക്സ് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അബ്ദുൽ ലത്തീഫിനോട് പറഞ്ഞു കൊടുക്കായിരുന്നു. ഓക്കെ. ഡ്യൂട്ടിക്കിടയിലെ മദ്യ ഉപയോഗത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി ഘടിപ്പിച്ച് KSRTC 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 40 താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. ഡ്യൂട്ടിക്ക് മദ്യപിച്ചു വന്നതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് നടപടി. ന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി സൈക്കിൾ യജ്ഞം അങ്ങനെ സജീവമായി ഊർജ്ജസ്വലമായി തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ പരിപാടിക്കിടയിൽ രസകരമായ ചില സംഭവങ്ങളുണ്ടായി. അതിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. 3 തവണ വിജയിച്ച കരുത്തുമായാണ് 4ാം തവണയും ആന്റോ ആന്റണി ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെ ഇറക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. ഒരല്പം വൈകിപ്പോയെങ്കിലും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനിൽ ആന്റണിയും. അല്ലേ, ഇപ്പൊ നമ്മൾ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യും. പാർട്ടി ബേസ് ചെയ്താണോ ആളെ ബേസ് ചെയ്താണോ? ആളെ ബേസ് ചെയ്ത്. ആണോ? പാർട്ടി ബേസ് ചെയ്യാതെ ആളെ ബേസ് ചെയ്താലുള്ള ഗുണം നമ്മുടെ മനസ്സിലുള്ളതാണ്. അല്ല, അതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ നമ്മളൊന്നും ചെയ്യുന്നു. ചേച്ചി വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? പോകുന്നുണ്ട്. പറയോ, രാഷ്ട്രീയം പറയോ? ഇല്ല. സ്ഥാനാർത്ഥികളൊക്കെ നേരിട്ട് വന്ന് വോട്ടൊക്കെ ചോദിക്കണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആരും വന്നിട്ടില്ല? ഇല്ല, ആരും വന്നില്ല. ചേച്ചി എവിടെയാ സ്ഥലം? എന്റെ മ്ലാന്തളം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ യാത്ര നടക്കട്ടെ. താങ്ക് യു. ചേച്ചി ആർക്കാ വോട്ട് ചെയ്യാൻ പോണേ? പറയില്ലേ? സ്ഥാനാർത്ഥി നോക്കിയിട്ടില്ല. എനിക്ക് ആരും ഉപകാരം ചെയ്യുന്ന ആളനുസരിച്ച് ഞാൻ ചെയ്യും വോട്ട്. എന്റെ വോട്ടിന് സ്ഥിരമില്ല. മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു വോട്ടുള്ള. ഇലക്ഷൻ തകർത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ. എങ്ങനെയാണ് മണ്ഡലത്തിൽ മൊത്തത്തിലുള്ള ഈ പ്രാവശ്യം തോമസ് ഐസക് തന്നെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അനിലാന്റണിയെ സംബന്ധിച്ച് ഒരു പാർട്ടി മാറ്റമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മണ്ഡലത്തിൽ ചർച്ച വിഷയമാണോ? അത് ഇവിടെ ചർച്ച വിഷയമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഞങ്ങളെ ബാധിക്കുന്നില്ല. ഇവിടെ തോമസ് ഐസക് തന്നെ ജയിക്കും, ഉറപ്പാണ്. നല്ലൊരു റോഡ് റിംഗ് റോഡ് ആ ഭാഗം പിടിച്ചതാണ് ഈ KKR സാറ് ഉണ്ടാക്കിയ നല്ലൊരു റോഡാണ്. ഇത് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കും. ഇലക്ഷൻ എന്ന് ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ അവനവന്റെ വീട് അവന്റെയൊക്കെ വീട്ടുകാർക്ക് കൊള്ളാം. ഒരു നാടിനെന്താ പ്രയോജനം? നാടിനെന്താ പ്രയോജനം? എന്തിനാ വെറുതെ ഞങ്ങളുടെ സമയം കളയുന്നേ? വേണ്ട ആവശ്യമില്ല. വോട്ടൊന്നും ചെയ്യുന്നില്ല. എന്തോ കാര്യത്തിന്? ഈ ആന്റോ ആന്റണി സാറ് തന്നെ 3 പ്രാവശ്യം ജയിച്ചു പോയി. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോയില്ല പുള്ളിയെ. വികസനം ഉണ്ടാവണം പത്തനംതിട്ടയില്. അതാ മേൽപ്പാലം കൊണ്ട് നേട്ടം. ട്രാഫിക് ജാമും ഒക്കെ മാറണം. ഈ മേൽപ്പാലം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ? ഉണ്ട്. ഇന്നല്ല നാളെ ടൗണിലെ ടവറിലെ ബ്ലോക്കും ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ ബ്ലോക്കും 2 മെയിൻ ബ്ലോക്കുകളാണ്. തീർപ്പാക്കേണ്ട. ഈ പത്തനംതിട്ടയിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവരുന്നുണ്ട്. ഒറ്റയൊന്നും സമയബന്ധിതമായി തീർക്കുന്നില്ല. ഇത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് നാളെ തോമസ് ഐസക് വന്നാലും ഇവിടെ ഒരു വികസനവും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ജില്ലാ സ്റ്റേഡിയം, ഈ മേൽപ്പാലം,
10 കോടി രൂപ മുടക്കി പണിത KSRTC ബസ് സ്റ്റാൻഡ് 10 വണ്ടി ഒന്നിച്ചിടാൻ പറ്റത്തില്ല. ഇപ്പൊ വീണ്ടും പുതുക്കി പണിയുക. ഇവിടുത്തെ ജനങ്ങളോട് യാതൊരു ആത്മാർത്ഥതയില്ല ഇവിടുത്തെ ജനപ്രതിനിധികൾ. അനിൽ ആന്റണി BJP-കാരെ കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അവരോട്ട് വിജയിക്കത്തുമില്ല. 3ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും അശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് ഈ മേൽപ്പാലം. ഈ മേൽപ്പാലം കൊണ്ട് പത്തനംതിട്ടക്കാർക്ക് യാതൊരു ഗുണവുമില്ല. ഇത് ഇവിടെ മന്ത്രിയുടെ സ്വന്തം താല്പര്യത്തിന് 3 വർഷമായിട്ട് കുടിവെള്ളം ഇല്ല ഈ നാട്ടില്. പൈപ്പ് മാറുക, രാവിലെ മാറുന്ന പൈപ്പ് ഉച്ച കഴിഞ്ഞ് പൊട്ടുക. ഈ നഗരത്തില് റോഡുകളൊന്നും ശരിയല്ല. അപ്പോൾ സൈക്കിൾ യജ്ഞം അങ്ങനെ ഓരോരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. വലിയ കൊടുംചൂടാണ്. അപ്പോൾ കൊടുംചൂടിനൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ സൈക്കിൾ കുട്ടികൾ കട്ടയ്ക്ക് മുന്നോട്ട് പോകുന്നത്. ദുബായ് എയർപോർട്ട് എന്തായാലും ചോദിച്ചാൽ ദുബായ് എയർപോർട്ട് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ഓക്കെ ആവും. കംപ്ലീറ്റ് പ്രശ്നങ്ങളൊക്കെ മാറി കംപ്ലീറ്റ് തുറക്കും. ഇപ്പോൾ സർവീസ് ഇല്ലാന്നല്ല, സർവീസൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തോടുകൂടി ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി പൂർണ്ണാർത്ഥത്തിൽ തുറക്കും എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. കോഴിക്കോട് വെള്ളയിൽ കാർ വർക്ക്ഷോപ്പിൽ വലിയ തീപിടുത്തം ഉണ്ടായി. നാട്ടുകാരും 5 ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്ന് 1 മണിക്കൂർ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ അടച്ചു. ഫയർഫോഴ്സ് യൂണിറ്റ് കൃത്യസമയത്ത് എത്തിയില്ല എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. കാർ വർക്ക്ഷോപ്പ് യൂണിറ്റിലെ പെയിന്റിംഗ് ബൂത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. പരിഭ്രാന്തിയിലായ പ്രദേശവാസികൾ വീട്ടിലുണ്ടായിരുന്ന രോഗികളെ ഉൾപ്പെടെ മാറ്റി. അപ്പോൾ ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഒച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുത്തുനിന്നുള്ള ആളുകളും കുറച്ച് കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ 2 വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അവരെ സുരക്ഷിതമായിട്ടാക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ സുഹൃത്ത് കുട്ടികളും എല്ലാവരും കൂടി ചെയറിൽ കൊണ്ടുപോയി 6 വീടിൻ്റെ അപ്പുറം കൊണ്ടുപോയി ആക്കി. 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. വന്ന് നോക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാർട്ടിന്റെ ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വരുന്നത് എത്ര മണിക്കാന്ന് വെച്ചാൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫയർഫോഴ്സ് വരുന്നത്. ഈ ചൂട് കത്തി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മൊത്തം ചെറിയ വീടുകളാണ്. എന്താവും ഈ ഇപ്പം വരുന്ന വന്നാലും തീരൂല. എന്നാൽ സ്വാഭാവിക കാലതാമസമെന്ന വിശദീകരണമാണ് ഫയർഫോഴ്സ് നൽകിയത്. കോള് കിട്ടുന്ന സമയത്ത് ഞങ്ങളെ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് പോയിരിക്കുന്നു. പാവങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ അടിക്കാട് കത്തി ഹോമിയോ ഹോസ്പിറ്റലിൽ അവിടെ അടിക്കാട് കത്തിയ ഒരു കോളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആകെ ഒരു യൂണിറ്റുള്ളൂ ബീച്ചിൽ. ആ യൂണിറ്റ് അങ്ങോട്ട് പോയിരിക്കുന്നത്. തുടർന്ന് കോള് കിട്ടിയതിന് ശേഷം മീൻചന്ത വിളിച്ച് അറിയിച്ച് മീൻചന്തയെന്നും അതുപോലെ വെള്ളിമാടുന്നും വരാനുള്ള ഡിലേ ഉണ്ട്. മറ്റൊരു തീപിടുത്ത സ്ഥലത്ത് പോയതിനാൽ ദൂരസ്ഥലത്ത് നിന്നുള്ള യൂണിറ്റാണ് എത്തിയതെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. 24 കോഴിക്കോട്. ടിക്ടോക്ക് നിരോധനത്തിലേക്ക് നയിക്കുന്ന ബില്ല് പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. 58-നെതിരെ 360 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ ഉടമയെ കണ്ടെത്തിയില്ലെങ്കിൽ ടിക്ടോക്ക് നിരോധിക്കും എന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ബില്ലിൽ ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്ക് അപകടം എന്ന് കാണിച്ചാണ് ബില്ല് പാസ്സാക്കിയത്. ബില്ലിനെതിരെ കടുത്ത വിയോജിപ്പാണ് ടിക്ടോക്ക് ഉന്നയിക്കുന്നത്. പ്രസിഡന്റ് ബില്ലിൽ ഒപ്പിട്ടാൽ 270 ദിവസത്തിനുള്ളിൽ പുതിയ ഉടമയെ കണ്ടെത്തേണ്ടി വരും. ദേശീയ സുരക്ഷ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ചൈന വാട്സാപ്പ്, ത്രെഡ് എന്നിവ ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യിച്ചിരുന്നു. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് സ്കിൽ ഡെവലപ്മെന്റിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങി. ISSDയുടെ വിവിധ വിഭാഗങ്ങളുടെ സേവനം ഇനി പുതിയ ഓഫീസിൽ ലഭ്യമാകും. കളമശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന ISSD കോർപ്പറേറ്റ് ഓഫീസ് ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇടപ്പള്ളി ആശാരിപ്പറമ്പ് റോഡിലുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ISSDയിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുമെന്ന് CEO MV തോമസ് പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾക്ക്, യുവതികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ, ഒരുപാട് പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടുവരാനായിട്ട് ISSDക്ക് സാധിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇത്രയധികം തൊഴിലവസരങ്ങൾ, ഏതാണ്ട് ലക്ഷങ്ങൾ, 4 ലക്ഷമോ 5 ലക്ഷമോ മറ്റോ ആണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ 30-32 വർഷത്തിൽ. മറ്റേതൊരു പ്രസ്ഥാനവും മറ്റേതൊരു ഇൻഡസ്ട്രിയും കേരളത്തിൽ വന്നാൽ പോലും കിട്ടാത്തതിൽ നിന്നൊക്കെ എത്രയോ മടങ്ങ് കൂടുതൽ തൊഴിലുകളാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേരളത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അൻവർ സാദത്ത് MLA, കൊച്ചി മേയർ അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ISSDയുടെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വഴി വർഷം തോറും ആയിരക്കണക്കിന് പേർക്കാണ് ജോലി ലഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. ജസ്റ്റിൻ ബാബു ചോദിക്കുകയാണ്, ക്യാൻ യു അപ്ഡേറ്റ് ദ സ്കൂൾസ് ഇൻ ദുബായ് പ്ലീസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ അരുൺ പാറാട്ടിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. ഞാൻ ഈ മെസ്സേജ് കണ്ടപ്പോൾ അരുൺ പാറാട്ട് പറയുന്നത് മൊത്തത്തിൽ നോർമൽ ആയിട്ടില്ല,
ഈ വരും ദിവസങ്ങളിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒക്കെ തുടങ്ങും, നോർമൽ ആവാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഇന്നത്തെ ഉച്ചവാർത്ത വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.